സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആധുനിക തലമുറയുടെ മുൻപിൽ അല്ലെങ്കിൽ ഈ ആധുനിക സമയങ്ങളിൽ നമ്മുടെ നാട്ടിൽ ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വിവേചനമില്ല, നിറമില്ല, ഒന്നുമില്ല. എല്ലാ ആളുകളും മനുഷ്യരായിട്ട് കാണുന്ന, എല്ലാ ആളുകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സ്നേഹവും സൗഹൃദവും ഒക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നതെന്നും അതേപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ജാതിയുടെ അതിർവരമ്പുകൾ ഒന്നുമേ ഇല്ല എന്നും ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ശരിവെക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? അങ്ങനെ സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഒരു സംഖി ഉറങ്ങിക്കിടപ്പുണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. കാരണം നമ്മുടെ സംഖ്യമിത്രങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് നമുക്കറിയാം. ജാതിയിൽ പിന്നോക്കം നിൽക്കുന്ന, അല്ലെങ്കിൽ ജാതിയിൽ ഏറ്റവും താഴേക്കിടയിൽ കിടക്കുന്ന, അല്ലെങ്കിൽ നിറത്തിന്റെ പേരിൽ കറുത്ത വർഗത്തിൽപ്പെട്ടവനാണെന്നുണ്ടെങ്കിൽ അടിച്ചമർത്തുന്ന രീതിയും ദളിതരെ ഇവർ ട്രീറ്റ് ചെയ്യുന്ന രീതിയും എല്ലാം നമുക്കറിയാം. അപ്പം അങ്ങനെയുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഉള്ളിലും ഒരു സംഖി ഉറങ്ങിക്കിടപ്പുണ്ടെന്നുള്ളത്. എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം ഇപ്പോൾ എടുത്തിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടൊരു വാർത്തയിൽ പല ആളുകളും പറയുന്നത് സീതളിസം പോലെയുള്ള ചാനലുകളിൽ കൂടിയും ആർ ശ്രീലേഖ എന്ന് പറയുന്ന മുൻ DGPയിൽ കൂടിയും അതേപോലെ തന്നെ സംഘികളുടെ അടിമയായിട്ടുള്ള സംഘിമിത്രമായിട്ടുള്ള ഷിനി മധുസൂദന്റെ വാക്കുകളിൽ കൂടിയുമൊക്കെ നമ്മൾ കേട്ട ഒരു കാര്യമുണ്ട്. അതായത് ഇന്നത്തെ ആധുനിക സമൂഹത്തിലും ആധുനിക തലമുറകളുടെയും ഒന്നും ഇടയിൽ ഇല്ലാത്തൊരു കാര്യത്തിനെ പറ്റി വേടൻ പറഞ്ഞു വരുന്നു എന്നുള്ളത്. ഞാൻ ഈ പറഞ്ഞു വരുന്ന വിഷയങ്ങൾ ഏകദേശമൊക്കെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്താണെന്നുള്ളത്. അപ്പം ഞാൻ കൂടുതൽ ത്രില്ലടിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് വളച്ചൊടിക്കുന്നില്ല. എന്താണ് കാര്യം എന്നുള്ളത് നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. പുലയന്മാർ സംസ്കൃതം പഠിക്കേണ്ട, കേരള സർവകലാശാലയിൽ ജാതി അധിക്ഷേപം. ഡീനിനെതിരെ പോലീസിൽ പരാതി നൽകി ഗവേഷക വിദ്യാർത്ഥി. ഈ ഗവേഷക വിദ്യാർത്ഥി എന്നുള്ളൊരു പേര് നമ്മൾ മുൻപ് കണ്ടത് സംഘപരിവാർ അല്ലെ സംഘമിത്രങ്ങൾ വേടനെതിരെ പരിപാടിയും കൊണ്ട് വന്നപ്പോഴാണ്. അപ്പോൾ അതിനുശേഷം നമ്മളിപ്പോൾ കാണുകയാണ്, അതായത് ഈ സംസ്കൃതം പുലയന്മാർക്ക് പഠിക്കാനുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡീൻ എന്ന് പറയുന്ന സ്ത്രീയാണോ പുരുഷനാണോ എന്നൊന്നും അറിയില്ല, ഡീൻ എന്ന് പറയുന്ന ഒരാൾ ഈ പറയുന്ന ഒരു കുട്ടിയെ അധിക്ഷേപിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം വീണ്ടും ഞാൻ പറഞ്ഞതാണ്, അതായത് പുലയന്മാർക്കും പറയന്മാർക്കും പഠിക്കാനുള്ളതല്ല സംസ്കൃതം. താഴ്ന്ന ജാതിക്കാർ സംസ്കൃതം എന്ന വകുപ്പിനെ അശുദ്ധമാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരള സർവകലാശാല വകുപ്പ് മേധാവി ഈ പറയുന്ന വിദ്വേഷ പരാമർശം, ജാതി അധിക്ഷേപമൊക്കെ നടത്തിയത്. അപ്പോൾ അതിനെതിരെ ഇന്ന് വലിയ രീതിയിലാണ് കേരള സർവകലാശാലയുടെ മുൻപിൽ, കേരള യൂണിവേഴ്സിറ്റിയുടെ മുൻപിൽ SFIയും ഒരുപാട് ആളുകളും ഒക്കെ സംഘടിച്ചുകൊണ്ട് ഒരു വലിയ വിവാദം ഉണ്ടാവുകയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയുണ്ടായി. അപ്പോൾ ഈ ഡീനിനെ അങ്ങോട്ട് പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഈ എന്താ പറയുക ചാണക സംഘികൾ, ചാണകങ്ങൾ വന്നു നിന്നുകൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അവർ പറഞ്ഞ ഇങ്ങനെയാണ്, അതായത് ഈ പറഞ്ഞ വകുപ്പ് തല മേധാവിയുടെ വീട്ടിൽ അവർക്ക് ആഹാരം വിളമ്പി കൊടുക്കുന്നതെല്ലാം ഒരു പട്ടികജാതി പട്ടിക വർഗത്തിൽപ്പെട്ട ഒരാളാണെന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ എന്നാണ് അവൻ ചോദിക്കുന്നത്. അതവൻ പറഞ്ഞ രീതി വളരെ മനോഹരമാണ് കേട്ടോ. അതായത് ഡയറക്റ്റ്ലി പറയാതെ ഇൻഡയറക്റ്റ്ലി ഒരു ജാതി അധിക്ഷേപം കൊണ്ട് നടത്തി. എന്നാൽ SFIയുടെ, ഞാൻ എല്ലാ വിഷയത്തിലും ഒന്നും SFIയുടെ കൂടെ നിൽക്കാറില്ല. കാരണം SFI പല വിഷയങ്ങളിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നല്ല, നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ഒരേ അളവിൽ തന്നെ കൊള്ളരുതായ്മയും ചെയ്യുന്നുണ്ട്. ആ കൊള്ളരുതായ്മകൾ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഒരു പാർട്ടിയോടും അങ്ങനെ എനിക്കൊരു താല്പര്യമൊന്നുമില്ല. നല്ലത് ചെയ്യുന്നത് ആരോ അവനെ നമ്മൾ അംഗീകരിക്കും. അത് പാർട്ടി നോക്കിയിട്ടല്ല, ആ വ്യക്തിയുടെ നിലപാടും ആ വ്യക്തിയുടെ ആ ഒരു ധൈര്യവും ആ വ്യക്തിയുടെ ആ ഒരു പ്രവൃത്തിയും ഒക്കെ കണ്ടിട്ടാണ്, അല്ലാതെ പാർട്ടിയിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ടല്ല. ഇപ്പോൾ പിണറായി വിജയൻ നല്ലത് ചെയ്താൽ പിണറായി വിജയൻ നല്ലതാണെന്ന് ഞാൻ പറയും, അത് പിണറായി വിജയൻ നല്ലതാണെന്ന് ഞാൻ പറയുള്ളൂ. പിണറായി വിജയൻ്റെ സർക്കാർ നല്ലതാണെന്ന് ഞാൻ പറയില്ല. ഇപ്പം സുരേഷ് ഗോപി നല്ലത് ചെയ്താൽ നല്ലതാണെന്ന് പറയും, അതും അതേപോലെ തന്നെ പാർട്ടി നല്ലതാണെന്നല്ല, ആ വ്യക്തി നല്ലതാണെന്ന് ഞാൻ പറയും. കാരണം ഒരുപാട് ആളുകൾ ഉണ്ടായിട്ട് ഇവരെ കൊണ്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പം ബാക്കി നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു പരാമർശത്തിന് പിന്നാലെ വലിയ രീതിയിലുള്ള മാർച്ചും കാര്യങ്ങളും ഒക്കെ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റിയുടെ മുറ്റത്തുണ്ടായി. ആ പരിസരത്തുണ്ടായ ഒരു മാർച്ചിൽ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന ഒരു സംഭവം അവിടെ വന്നപ്പോൾ മാധ്യമങ്ങളെല്ലാം കൂടി നിൽക്കുമ്പോൾ ഈ ഡീനിനെ പരാമർശിച്ച്, അല്ലെങ്കിൽ ഡീനിനെ സേഫ് ആക്കിക്കൊണ്ട് വെള്ള പൂശാൻ വന്ന ഒരാളുണ്ട്. അവനെ പിടിച്ച് അവന്മാർ, അതായത് SFIയിലെ ചുണക്കൊട്ടന്മാർ പിടിച്ച് അങ്ങ് എയറിലാക്കി. നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ ബാക്കി എന്താണ് പറയാൻ വന്നതെന്ന് പറയാം. ടീച്ചറുടെ വീട്ടില് ടീച്ചർക്കും ടീച്ചറുടെ കുട്ടികൾക്കും ഭർത്താവിന് പോലും അന്നം വിളമ്പി കൊടുക്കുന്നത് ഒരു ദളിതാണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? ഇത് കേരളമാണ്.
ഈ സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് മെമ്പറാണ്. ആ സർവകലാശാലയ്ക്കകത്ത് നിന്നുകൊണ്ട് ഒരാളുടെ ജാതി പറഞ്ഞ കാലേവാരി ഭിത്തിയിലടിക്കും. ഉള്ള കാര്യം പറയാം. കേരളത്തിലെ വിദ്യാഭ്യാസ ബാക്കി പോയത് കണ്ടില്ലേ? ഇതിൽ നമ്മൾ കാണുന്നത് ഡീൻ എന്ന് പറയുന്ന ടീച്ചറാണെന്ന് തോന്നുന്നു കേട്ടോ. അവരാണ്, സ്ത്രീയാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ ആ ടീച്ചറിനെ പിന്തുണയ്ക്കാൻ BJP അംഗങ്ങളുടെ ജാതി പരാമർശം തേച്ച് ഭിത്തിയിലൊട്ടിക്കുമെന്ന് SFI കേരള സർവകലാശാലയിൽ നാടകീയ രംഗങ്ങൾ. അതായത് BJP അവിടെയും എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ തന്നെ, ഇങ്ങനെ എന്തെങ്കിലും ഒരു ജാതീയ ബോധം നിങ്ങളുടെ മനസ്സിൽ ഒളിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ, നിങ്ങൾ അറിയാതെ ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിലെല്ലാം ഒരു സംഖി ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം എന്നുള്ളത്. അത് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഡീനിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഒരുത്തൻ പ്രസംഗിക്കുകയാണ്. അവൻ പറയുന്നത്, ഞാൻ ആദ്യമേ പറഞ്ഞു, അവരുടെ വീട്ടിലെ ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന ഒരു പിന്നോക്ക ജാതിയിൽപ്പെട്ടവനാണെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്നുള്ളത്. അതിന് SFIയിലെ ഒരു ആണൊരുത്തം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ലെ പറയുന്നുണ്ട്, ഇമാതിരി വർത്തമാനം കേരളത്തിൽ നിന്നുകൊണ്ട്, അല്ലെ കേരള സർവകലാശാലയുടെ മുൻപിൽ നിന്നുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കാലെ വാരി ഭിത്തിയിലടിക്കുമെന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ജാതീയ ബോധം തന്നെയല്ലേ, അല്ലെങ്കിൽ ഈ ജാതീയ ബോധങ്ങൾക്കെതിരെയും ഈ വർണ്ണ വിവേചനങ്ങൾക്കെതിരെയും തന്നെയല്ലേ വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയും ശബ്ദമുയർത്തിയത്? അത് ശബ്ദമാണ്, കരമല്ല ഉയർത്തിയത്. എവിടെ മർദ്ദനങ്ങൾ അവിടെ ഉയരണം കരങ്ങളെന്നാണ് വേടൻ പറഞ്ഞിട്ടുള്ളത്. എവിടെ അടിച്ചമർത്തപ്പെടുന്നുവോ അവിടെ ശബ്ദമുയരണം. എവിടെയാണോ ഈ പറയുന്ന പിടിച്ചു വെക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന അടിമയാക്കുന്ന പരിപാടികൾ നടക്കുന്നത് അവിടെ കരങ്ങളും ഉയരണം, അല്ലെങ്കിൽ പ്രതികരിക്കുകയും വേണമെന്നാണ് പറയുന്നത്. അത് തന്നെയാണ് വേടന്റെ ഒരു പ്രത്യേകത. അതായത് നിശബ്ദരാക്കപ്പെട്ട അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട ആളുകളുടെ പ്രതികരണവും പ്രതിഷേധവും ശബ്ദവും ഒക്കെ ആയിട്ട് വരിക എന്നുള്ളതാണ് വേടന്റെ പ്രത്യേകത. ആ വേടനെയാണ് ഇവരൊക്കെ അടിച്ചമർത്താൻ ശ്രമിച്ചത്. ഞാനിപ്പോൾ ഈ ഒരു വിഷയം എടുത്തിട്ടത്, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ആധുനിക കാലഘട്ടത്തിൽ ആധുനിക തലമുറകൾക്കിടയിൽ ജാതിയില്ല, മതമില്ല, അങ്ങനെയുള്ള ഒരു വേർതിരിവും ഇല്ല എന്ന് പലരും വന്നിരുന്ന നാഴികയ്ക്ക് 40 വട്ടം ആണയിട്ട് പറയുമ്പോഴും ഇത് നടന്നിരിക്കുന്നതും കേരളത്തിലാണ്. ഇത് നടന്നിരിക്കുന്നത് തലസ്ഥാന നഗരമായിട്ടുള്ള ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ആ ട്രിവാൻഡ്രത്തുള്ള കേരള യൂണിവേഴ്സിറ്റിയുടെ മുറ്റത്ത് വെച്ചിട്ടാണ് BJPയിൽ ഒരു വന്നിട്ട് ഇതുപോലെ പറയുന്നത്. അവർക്ക് ആഹാരം വിളമ്പി കൊടുക്കുന്നത് ഒരു പട്ടികജാതിയിൽപ്പെട്ട ഒരാളാണെന്നുള്ളത്. എന്ത് ജാതീയ ബോധം അല്ലേ? ഇതൊക്കെയാണോ നിങ്ങൾ ഈ പറയുന്ന നിർമ്മാർജ്ജനം ചെയ്തു എന്ന് പറയുന്നത്? ഞാൻ ശീതളിസം എന്ന് പറയുന്ന ചാനലിനോടും, അതേപോലെ ഷിനി മധുസൂദനൻ എന്ന് പറയുന്ന സംഖ്യപുത്രിയോടും, അതേപോലെ തന്നെ പല ആളുകളും ഇങ്ങനെയുള്ള മിത്രങ്ങളൊക്കെ ഉണ്ട് ഇവർക്ക് വേണ്ടി മെഴുകുന്ന അവരോടൊക്കെ ഞാൻ ചോദിക്കുകയാണ്, ഇതാണോ നിങ്ങൾ പറഞ്ഞ കേരളത്തിൽ ഇന്ന് ഈ ജാതിയും മതവും നിറവും ഒന്നും ഇല്ല എന്നുള്ളത്? ഈ ജാതിയും മതവും, വേടന്റെ ജാതി നിങ്ങളുടെ പ്രശ്നമായിരുന്നു, മമ്മൂട്ടിയുടെ മതം നിങ്ങളുടെ പ്രശ്നമായിരുന്നു. ആ പ്രശ്നം കൊണ്ട് തന്നെയാണ് മമ്മൂട്ടി എന്ന് പറയുന്നൊരു നടനെ, അല്ലെങ്കിൽ നടന്റെ കുടുംബത്തിനെ എല്ലാം അടിച്ചമർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോ മാർഗങ്ങൾ കണ്ടെത്തിയത്. വേടന്റെ ജാതി പ്രശ്നമായതുകൊണ്ട് തന്നെയാണ് വേടനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ അതും ഒരു വഴിയാക്കി കണ്ടെത്തിയത്, അല്ലെങ്കിൽ വേടനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരോ പദ്ധതികൾ ഒരുക്കിയത്. ആ പദ്ധതികളിൽ കൂടി നിങ്ങൾ വിജയിച്ചു എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഒരിക്കലുമല്ല. നിങ്ങൾ ഒരാൾ പോലും വിജയിച്ചു എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി എന്താണ് നിങ്ങളുടെയൊക്കെ ഉള്ളിലിരിപ്പ് എന്നുള്ളത്. നിങ്ങൾ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും മനസ്സിലായി. അപ്പം അങ്ങനെയുള്ള ഒരിടത്ത് നിങ്ങളുടെ റിലവൻസ് എത്രത്തോളം ഇടിഞ്ഞ് വീണിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ജാതിയും പറഞ്ഞുകൊണ്ട് എത്ര നാൾ ഇങ്ങനെ ജീവിക്കാൻ പറ്റും? എടാ, മനുഷ്യനാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ വീണ്ടും പറയുകയാണ്. അതായത് ഒരു ശ്വാസം നമ്മളൊന്ന് ജസ്റ്റ് പിടിച്ചു വെച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വിലപ്പെട്ടതാണെന്നുള്ളത്. ആ ഒരു ശ്വാസം പെട്ടെന്ന് ടക്കെന്ന് പറഞ്ഞ് നിന്ന് പോയി കഴിഞ്ഞാൽ അവിടെ എവിടെയാണ് ജാതി, എവിടെയാണ് ഉന്നത കുലജാതൻ, എവിടെയാണ് ഈ പറയുന്ന താഴെക്കിടയിൽപ്പെട്ടവർ, എവിടെയാണ് പട്ടികജാതി പട്ടികവർഗം, എവിടെയാണ് നിറം? നമ്മുടെ ബ്ലഡിൻ്റെ ഫ്ലോയിൽ നിലച്ച് നമ്മുടെ ഹൃദയമിടിപ്പ് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തായി? നമ്മളൊരു ശൂന്യതയിലേക്ക് പോകുന്നൊരു വ്യക്തിയായി. അവിടെ ആ ശൂന്യതയിൽ നമ്മളെ കാത്തിരിക്കുന്ന എന്താണ്? മണ്ണും മണ്ണിരയും അതോടൊപ്പമുള്ള മണ്ണിൽ ജീവിക്കുന്ന ജീവജാലങ്ങളാണ്. അതിനൊക്കെ ഒരു ഭക്ഷണമാകാൻ വേണ്ടി പോകുന്നവരാണ് നമ്മൾ. അങ്ങനെയുള്ളപ്പോൾ അവിടെ മണ്ണിര ചോദിക്കുമോ നിങ്ങളുടെ ജാതി ഏതാണ്? നിങ്ങൾ ബ്രാഹ്മണനാണെങ്കിൽ അങ്ങോട്ടേക്ക് പൊക്കോളൂ. നിങ്ങൾ ഈ പറയുന്ന പിന്നോക്ക ജാതിയിൽപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അഴുക്ക വരെ അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ വല്ലതും ഉണ്ടോ? ബ്ലഡ് നമുക്കറിയാം, റെഡ് തന്നെയാണ് ബ്ലഡിൻ്റെ കളർ. അത് ഈ ഓരോ ജാതിയിൽ മാറുന്നവർക്കും പാറ്റയുടെ വെള്ള കളർ എന്ന് പറയുന്നത് പോലെ ആ ജാതിയിൽ പിന്നോക്കം നിൽക്കുന്നവർക്ക് വെള്ള കളർ അങ്ങനെയൊക്കെ ഉണ്ടോ? ഒരു ആക്സിഡൻറ്റ് പറ്റി നീയൊക്കെ വഴിയിൽ കിടന്നാൽ നിനക്കൊക്കെ ബ്ലഡ് തരാൻ വരുന്ന ആളുകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലഡ് ഒരാൾ തരുമ്പോൾ നിങ്ങൾ അവരോട് ചോദിക്കാറുണ്ടോ ജാതിയാണോ മതമാണോ എന്നുള്ളത്? എന്തുകൊണ്ട് ചോദിക്കുന്നില്ല?
കാരണം നിങ്ങളുടെ ജീവനാണ് വലുത്, അല്ലേ? എന്ന് പറയുന്ന പോലെയാണ് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അവരുടെ ജീവനാണ് വലുത്. അവിടെ ജാതിയില്ല, മതമില്ല, നിറമില്ല, ഒന്നുമില്ല. പക്ഷേ ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇവിടെയുണ്ട്. ആ ആളുകളെ ഐഡന്റിഫൈ ചെയ്ത് നിങ്ങളുടെ കൂട്ടത്തിലും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അകറ്റി കളഞ്ഞേക്കുക. കാരണം ഇവന്മാരെ അധികം ചെവി കൊടുക്കണ്ട. ഇവന്മാർക്ക് നമ്മൾ ആരും അധികം വില കൊടുക്കുന്ന ആളുകളൊന്നുമല്ല. പക്ഷേ ഇവന്മാർക്ക് വേണ്ടി വാദിക്കുന്ന യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലായിടത്തും കിടന്ന് മെഴുകുന്ന സംഘി മിത്രങ്ങളും സംഘി മിത്രിണികളും ഒക്കെ ഉണ്ടല്ലോ, ഇവരെയൊക്കെ കാണുമ്പോഴാണ് എൻ്റെ പൊന്നോ ഒന്നും പറയാൻ വയ്യ. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോവും. അമ്മാതിരി അവസ്ഥയാണ്. വൃത്തികെട്ട ജന്മങ്ങൾ. ഇതൊരു കഷ്ടമാണല്ലേ.